കൂടുതൽ ആളുകളുടെ മൃതശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു ശരീരഭാഗം കണ്ടെത്തി. ആ ശരീരഭാഗം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ മന്ത്രി കെ രാജനൊപ്പം തന്നെ മന്ത്രി MP രാജേഷ് കൂടി ഈ മുണ്ടത്തിക്കോടുണ്ട്. അതിനൊപ്പം തന്നെ MLA ഉണ്ട്. ഇവരെല്ലാം ഉദ്യോഗസ്ഥ സംഘങ്ങളുണ്ട്. അതേപോലെ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുന്ന, അല്ലെങ്കിൽ അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്ന ഒരു ദിവസം കൂടിയാണ്. നമുക്ക് ഈ മുണ്ടത്തിക്കോട് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഈ പടക്ക നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ കരിമരുന്ന് നിർമ്മാണം, പടക്ക നിർമ്മാണം, അതിലേക്ക് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതലായിട്ടുമുള്ള മേഖലയാണ് ഈ മുണ്ടത്തിക്കോട് എന്ന് പറയുന്നത്. അവരുടെയൊക്കെ ഒരു എത്രയോ നാളത്തെ പരിശ്രമമാണ്. ഒരു പൂരം കഴിഞ്ഞാൽ ആ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ അടുത്ത പൂരത്തിലേക്കുള്ള വെടിക്കോപ്പുകൾ നിർമ്മിച്ചു തുടങ്ങും, ശേഖരിച്ചു തുടങ്ങും. വർണ്ണവിസ്മയങ്ങൾ ഒരുക്കി അവിടുത്തുകാരെ മുഴുവൻ ആനന്ദത്തിൽ ആറാടിക്കാൻ ശ്രമിക്കുന്നവരൊക്കെയും പാർക്കുന്ന ഒരു മേഖല കൂടിയാണ് മുണ്ടത്തിക്കോട്. അതേപോലെ തന്നെ ചേലക്കര ഭാഗങ്ങളിലുള്ളവരൊക്കെയാണ് ഈ പടക്ക നിർമ്മാണത്തിലൊക്കെ ഏർപ്പെടുന്നവരിൽ ഭൂരിഭാഗം പേരും. അപ്പോൾ അത്തരത്തിൽ പരിചയസമ്പന്നരായ ആളുകളാണ് ഇതിൽ പങ്കെടുക്കുക. അതും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നടക്കുന്ന പ്രക്രിയയാണ് ഇത്. തിരുവമ്പാടിയുടെ ആവട്ടെ, പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ആകട്ടെ ഒക്കെയും. കാരണം എല്ലാ സുരക്ഷയും ക്രമീകരിച്ചുകൊണ്ടാണ് അവിടെ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അങ്ങനെയുള്ളൊരു ഇടത്താണ് ഇന്നലെ ഈ ഒരു വലിയ ദുരന്തം, വലിയൊരു സ്ഫോടനം ഉണ്ടായതും 13 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും. ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രി MP രാജേഷും അപകട സ്ഥലം സന്ദർശിക്കുകയാണ്, കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഈ അപകടമുണ്ടായി ഈ പാടം, അവിടെ ഈ ആളുകൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കുറ്റികൾ നിൽക്കുന്നുണ്ടായിരുന്നു, നെല്ലിൻ്റെ കുറ്റികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും കൂടി തീ ആളിപ്പടർന്നായിരുന്നു ഇന്നലെ ഈ സ്ഫോടനത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ അത് വലിയ വ്യാപ്തിയിൽ കത്തി നശിച്ചു എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്നലെ എത്ര ഉയരത്തിലാണോ തീ കത്തി, അവിടെ എല്ലാം ഈ ചാമ്പലായി അവിടെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ മുഴുവൻ ആ വെടിക്കോപ്പുകൾ പൊട്ടി തകർന്നതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇപ്പോൾ മന്ത്രി കെ രാജൻ സംഭവ സ്ഥലത്ത് നിന്ന് പ്രതികരിക്കുകയാണ് തത്സമയം. നമുക്കിപ്പോഴും കൃത്യത കിട്ടാതെ വരുന്ന ഒരു കാര്യം എത്ര പേർ ഇതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതിനിയും അന്വേഷണങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. പല നമ്പറുകൾ വരുന്നുണ്ട്, 30നും 40നും ഇടയിലുള്ള നമ്പറുകളാണ് അധികവും ഉയർന്നു വരുന്നത്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ എളുപ്പമല്ല. ഇനി ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ള 4 കൺട്രോൾ റൂമുകളിൽ വരുന്ന എൻക്വയറി കൂടി കണക്കിലെടുത്തായിരിക്കും നമുക്ക് അവസാന ലിസ്റ്റ് പറയാൻ പറ്റുക. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്നത് പോലെ എഴുതി ഒപ്പിട്ട് കയറുന്നവരാവില്ല. കാഴ്ചക്കാരായി വരുന്നവരുണ്ടാകും, അന്വേഷിക്കാൻ വരുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടാകും. ഇതൊക്കെ കൂടി കണ്ടുവച്ച് വേണം നമുക്ക് കാര്യങ്ങൾ നോക്കാൻ. തെരച്ചിലേറ്റവും കൃത്യതയോടുകൂടി നടക്കുന്നുണ്ട്. കടാവർ ഡോഗ്സിന്റെ സാന്നിധ്യമുണ്ട്. കടാവർ ഡോഗ്സ് 3 എണ്ണം വന്ന് അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. കളക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മജിസ്ട്രീരിയൽ എൻക്വയറിയുടെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പെസോന്റെ സംഘം വന്ന് ഈ കാര്യങ്ങൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അടിയന്തിരമായി ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലേക്ക് ആ വിവരം തരാൻ ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് തയ്യാറാകണം. ചില പേടി കൊണ്ടൊക്കെ ആളുകൾ പറയാതിരിക്കുന്നുണ്ടോ എന്നുകൂടി സംശയമുണ്ട്. കാരണം ഇങ്ങനെ വന്നു എന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് നിന്നാൽ എന്തെങ്കിലും പ്രയാസം നാളെ ഉണ്ടാകുമോ? അത്തരത്തിലൊരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. ആരെങ്കിലും നഷ്ടപ്പെടുകയോ ഇവിടെ വന്ന് വിശദാംശങ്ങൾ അറിയുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാം. ആ പേടി ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെയായി വ്യക്തിപരമായ കാര്യങ്ങളിലൊരു വിവരം തരാം. അതൊക്കെ കൂടി വെച്ചായിരിക്കും ഇപ്പോൾ ഒരു മറ്റു ഡീറ്റെയിൽസ് വരിക. രാവിലെ 10 മണിക്ക് അടിയന്തര ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ ഞങ്ങൾ അവിടെ സന്ദർശിച്ചതിന് ശേഷം ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിരുന്നു. DNA ടെസ്റ്റ് നടത്തേണ്ട രാജീവ് ഗാന്ധി സെന്ററിലെ ഡോക്ടർമാരടക്കമുള്ള സ്റ്റാഫ് തൃശ്ശൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ നടപടിക്രമങ്ങളിലേക്ക് അവർ കിടക്കും. കിട്ടിയിട്ടുണ്ട്, ഇന്നലെ ഇന്നൊക്കെയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം DNA ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കാൻ പറ്റൂ. അല്ല, ഒരു വെളിപ്പെടുത്തൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്കിലൂടെ പറയാം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ഒരു ഓട്ടോപ്സി നടത്തിയിട്ടുള്ളതായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന നമ്പർ. ഓട്ടോപ്സി നടത്തിയ 11 മൃതശരീര ഭാഗങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. 15 മൃതശരീര ഭാഗങ്ങൾ കൂടി
ഓട്ടോപ്സി ടെസ്റ്റിന് വിധേയമാകുന്നുണ്ട്. ആ സ്റ്റാറ്റസാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് ഈ പരിശോധന കഴിഞ്ഞിട്ടാകാം. ബന്ധപ്പെട്ടവരുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷം അക്കാര്യങ്ങൾ, ഇതൊരു ദുരന്തത്തിന്റെ മുഖത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. അല്ല, അത് നമുക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അത് ആളുകൾ അറിയിച്ചാൽ മാത്രമേ അതിന്റെ കൃത്യത വരുള്ളൂ. കൺട്രോൾ റൂമിലേക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. അത് 4 കൺട്രോൾ റൂമുകളുടെയും ഒത്തു നോക്കിയാലേ നമുക്കൊരു കൃത്യമെണ്ണം. ഇല്ല, അങ്ങനെ പറയാറായിട്ടില്ല. അങ്ങനെ ഒരു സൂചന പറയാറായിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടമായിട്ടില്ല. പരിശോധന നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഘട്ടത്തിൽ ഇപ്പം നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ലല്ലോ. നടക്കട്ടെ, പൂർത്തിയാവട്ടെ. അല്ല, അതൊന്നും അത്തരം നിഗമനങ്ങളിലേക്കൊന്നും ഇപ്പം എത്തിച്ചേരാൻ പറ്റില്ല. അന്വേഷണം നടന്ന ശേഷം പറയേണ്ട കാര്യങ്ങളുണ്ട്.